Hello all, welcome to the 18th session of International Business. ട്രേഡ് ബ്ലോക്കുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോകത്ത് നിലനിൽക്കുന്ന വ്യത്യസ്ത ട്രേഡ് ബ്ലോക്കുകളുണ്ട്. ട്രേഡ് ബ്ലോക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ ഗവൺമെന്റൽ അഗ്രിമെന്റുകളാണ്. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരമുള്ള അഗ്രിമെന്റുകളിലൂടെ അവയ്ക്കിടയിലുള്ള ട്രേഡ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി പോലെയുള്ള റെസ്ട്രിക്ഷൻസിനെ പൂർണ്ണമായിട്ടോ അതല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒക്കെ കുറയ്ക്കുകയോ അതിൽ എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡ് ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഏതെല്ലാമാണ് വ്യത്യസ്ത ടൈപ്പ് ഓഫ് ട്രേഡ് ബ്ലോക്കുകൾ എന്ന് നിലവിലുള്ളതെന്നുള്ളതും അതിന്റെ ഒരു ഏത് രീതിയിലാണ് ഈ ട്രേഡ് ബ്ലോക്കുകൾ ആവിർഭവിച്ചു വരുന്നതെന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് എന്താണ് ട്രേഡ് ബ്ലോക്കുകൾ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാം. ഇറ്റ്സ് an intergovernmental agreement part of regionalizing the trade where barriers to trade are reduced or eliminated among participating states. WTOയുടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എടുത്ത് ഒഴിവാക്കുകയും ഗ്ലോബലൈസേഷൻ വഴി ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരവുമുള്ള ട്രേഡിനെ സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന്റെ ഒരു മിനിയേച്ചറാണ്, ചെറിയൊരു റീജിയണലൈസ്ഡ് ഫോമാണ് ട്രേഡ് ബ്ലോക്കുകൾ. ഇവിടെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പരമുള്ള ട്രേഡിനെ എളുപ്പമാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഇവ അഗ്രിമെന്റിൽ വരുന്ന രാജ്യങ്ങൾ ട്രേഡ് ബ്ലോക്കുകൾ വഴി കൂടിച്ചേരുകയും ആ ട്രേഡ് ബ്ലോക്കുകൾക്ക് അകത്തുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡ് ബ്ലോക്കുകളുടെ ഉദ്ദേശം. അത് ആ ട്രേഡ് ബ്ലോക്കുകൾക്ക് അകത്ത് മാത്രമേ ബാധകമാവുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡുകൾക്ക് ഈ ട്രേഡ് ബ്ലോക്കുകളുടെ അകത്ത് വരുന്ന റൂളുകൾ അപ്ലിക്കബിൾ ആവില്ല. അത് സാധാരണ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുകയും ചെയ്യുക. സോ ദേ ആർ ക്രിയേറ്റിംഗ് യൂണിഫൈഡ് മാർക്കറ്റ്സ് ആൻഡ് പോളിസിയാണ്. ആ ബ്ലോക്കുകൾക്കകത്ത് അഗ്രി ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യൂണിഫൈഡ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റിനും അതുപോലെ പോളിസി, സംസ് എക്കണോമിക് പോളിസിയും ഈവൻ കറൻസികൾ വരെ ഒരുപോലെ ആക്കി മാറ്റുന്ന ട്രേഡ് ബ്ലോക്കുകൾ വരെ ലോകത്ത് നിലവിലുണ്ട്. ആൻഡ് വേൾഡ് ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം ഗ്ലോബലൈസേഷൻ ടു റീജിയണലൈസേഷൻ ത്രൂ ട്രേഡ് ബ്ലോക്ക് എന്നാണ് പറയാറുള്ളത്. അതായത് ഗ്ലോബലൈസേഷൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോകത്താകമാനമുള്ള ഒരൊറ്റ വൺ വേൾഡ് എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ്, ബൗണ്ടറിലെസ് വേൾഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ട്രേഡ് ബ്ലോക്കുകൾ നമ്മളെ നയിക്കുന്നത് റീജിയണലൈസേഷൻസിലേക്കാണ്. റീജിയണലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പാർട്ട് ഓഫ് ദി വേൾഡിന്റെ ഒരു ചെറിയ ഏരിയക്കകത്ത് അതിനെ റീജിയണൽ ആയിട്ട് മാറ്റിയെടുക്കുകയും അവിടെ മാത്രം ഈ റെസ്ട്രിക്ഷൻസ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതിലൂടെയും സംഭവിക്കുന്നത് അത് റീജിയണലൈസേഷൻ ആണ്. മറ്റുള്ള രാജ്യങ്ങൾ ആ ബ്ലോക്കിന്റെ പുറത്തു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ടുള്ള ട്രേഡിന് റെസ്ട്രിക്ഷൻസ് പഴയ പോലെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് റീജിയണലൈസേഷൻ കോൺസെപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ റീജിയണൽ ഗ്രൂപ്പിംഗുകൾ സംഭവിക്കുന്നത് എന്നുള്ളതെന്ന് മനസ്സിലാക്കാം. ടൈപ്സ് ഓഫ് ട്രേഡ് ബ്ലോക്സ്. ടൈപ്സ് ഓഫ് ട്രേഡ് ബ്ലോക്സ് എന്ന് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്യുന്ന ട്രേഡ് ബ്ലോക്കുകളുടെ കാറ്റഗറൈസേഷൻ അല്ല, പകരം ഇതിന്റെ കോൺസെപ്ച്വലി ഏതെല്ലാമാണ് വ്യത്യസ്ത ടൈപ്പ് ഓഫ് ട്രേഡ് ബ്ലോക്കുകൾ നിലവിലുള്ളതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തേത് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് ആണ്, PTA. പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റുകളിലൂടെയാണ് ട്രേഡ് ബ്ലോക്കുകളുടെ യഥാർത്ഥത്തിൽ ഒരു ട്രേഡ് ബ്ലോക്ക് ആരംഭിക്കുന്നത്. അതുവഴി രണ്ടോ രണ്ടിലധികമോ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര അഗ്രിമെന്റുകളിലേക്ക് എത്തുകയും അവർ ലോവർ ദി ബാരിയർ ഓഫ് ഇമ്പോർട്ട് ഓഫ് ഐഡന്റിഫൈഡ് പ്രോഡക്ട്സ് ഫ്രം വൺ അനദർ. അവർ അഗ്രിമെന്റിൽ എത്തുന്ന പ്രോഡക്റ്റുകൾക്ക് അവരുടെ ഇമ്പോർട്ട് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുക, ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. കുറയ്ക്കുന്നതിനെയാണ് ലോവർ ദി ബാരിയർ ഓഫ് ഇമ്പോർട്ട് ഓഫ് ഐഡന്റിഫൈഡ് പ്രോഡക്ട്സ് ഫ്രം വൺ അനദർ. എക്സാമ്പിൾ ആണ് അതിൽ വരുന്നത് സാപ്റ്റ എന്ന് വെച്ചാൽ സാർക്കിന്റെ അകത്ത് വരുന്നൊരു പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് ആണ്. സാപ്റ്റ എന്ന് വെച്ചാൽ സാർക്ക് കൺട്രിക്കിടയിൽ അഗ്രീഡ് പ്രോഡക്റ്റുകളുടെ ഇമ്പോർട്ടുകൾക്ക് റെസ്ട്രിക്ഷൻസിനെ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് നിലവിലുള്ളത്. അതൊരു PTA ആണ്, പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് ആണ്. എന്താണ് സാപ്റ്റ എന്നും സാർക്ക് എന്നുള്ളത് നമ്മൾ താഴെ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, ഈ പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് വഴി നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം താരിഫ് റിഡക്ഷൻ എന്നുള്ളത് അഗ്രീഡ് പ്രോഡക്റ്റുകൾക്ക് മുകളിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ അഗ്രിമെന്റിൽ എത്തുന്ന രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം മാത്രമേ ഉള്ളൂ. അവരുടെ ഔട്ട്സൈഡ് ഈ അഗ്രിമെന്റിന് പുറത്തുള്ള മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള
ട്രേഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് വെച്ചാൽ പഴയ പോലെ തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഇന്ത്യയും ഒരു ശ്രീലങ്കയും തമ്മിൽ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റിൽ എത്തുകയാണ്. എന്നിട്ടോ നമ്മുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില പ്രോഡക്റ്റുകൾ, ഇപ്പൊ ഗോതമ്പിന്റെ ഒരു അഗ്രിമെന്റിൽ എത്തുന്നു. എന്നിട്ട് ഗോതമ്പ് നമ്മൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീലങ്കയ്ക്ക് അതിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി അവര് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ ഡ്യൂട്ടി ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് കൊടുക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 10% ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യക്ക് അത് 5% ആക്കി മാറ്റുന്നു. അതിന് പകരമായിട്ട് ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമുദ്രോൽപ്പന്നങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇന്ത്യ അത് 20% ആണ് മറ്റിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതെങ്കിൽ ശ്രീലങ്കയ്ക്ക് അത് 10% ആക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ രണ്ടുപേരും നമ്മളൊരു പ്രിഫറൻഷ്യൽ അഗ്രിമെന്റ് ആണ് സംഭവിക്കുന്നത്. ഔട്ട്സൈഡേഴ്സുമായിട്ട് പഴയ പോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് സമുദ്രോൽപ്പന്നങ്ങൾ പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുവരികയാണെങ്കിൽ 20% അവർക്കൊന്നും എന്ത് കുറച്ചിട്ടില്ല, അത് 10%ലേക്ക് കുറച്ചിട്ടില്ല. അതുപോലെ ശ്രീലങ്കയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഗോതമ്പിന് ഇപ്പോഴും 10% തന്നെയാണ്, അത് 5%ലേക്ക് ആരുടേതും കുറച്ചിട്ടില്ല. സോ ഈ റെഡ്യൂസ്ഡ് റേറ്റിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് സാധ്യമാകുന്നത് ഈ PTA വരുന്ന രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം മാത്രമായിരിക്കും. നെക്സ്റ്റ് അടുത്തത് ഫ്രീ ട്രേഡ് ഏരിയ FTA. PTA നിന്നും പിന്നീട് അത് വളർന്ന് FTA എത്തുക. FTA ആവുന്ന സമയത്ത് eliminating duties or tariff among themselves while maintaining same with outsiders. നേരത്തെ നമ്മൾ പറഞ്ഞ താരിഫിനെ റെഡ്യൂസ് റേറ്റിലേക്ക് മാറ്റുന്നത് എന്ന് പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ രണ്ടാമത് FTA ആവുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അതങ്ങോട്ട് ഇല്ലാതാക്കുക, എലിമിനേറ്റ് ചെയ്യുക. ആ വസ്തുക്കൾക്ക് ഇമ്പോർട്ട് അതുപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടി താരിഫിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് കൊടുക്കുകയും രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം ട്രേഡ് സുഗമമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെക്കാനിസം. ദ ഫസ്റ്റ് FTA ബിറ്റ്വീൻ US ആൻഡ് ഇസ്രായേൽ ആയിരുന്നു 1985 അവർ തമ്മിൽ FTA എത്തുകയും പിന്നീട് വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിത്തൗട്ട് എനി താരിഫ് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാ പ്രോഡക്റ്റുകളും വരുന്നില്ല, ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ അഗ്രിമെന്റുകളിൽ ഏതെല്ലാം പ്രോഡക്റ്റുകളാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് പരസ്പരം നെഗോസിയേഷൻസിലൂടെ തീരുമാനിക്കുകയും അത്തരം പ്രോഡക്റ്റുകൾ പരസ്പരം ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നാഫ്റ്റ, നോർത്ത് അമേരിക്ക ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. നാഫ്റ്റയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, അതിൽ വരുന്ന മെമ്പർ കൺട്രീസ് ഒക്കെ പഠിക്കാനുണ്ട്, അത് പറയാം. ദെൻ FDAയിൽ നിന്ന് പിന്നീട് അത് മാറുന്നത് കസ്റ്റം യൂണിയനിലേക്കാണ്. FDA കസ്റ്റം യൂണിയനായിട്ട് വളരുന്ന സമയത്ത് വരുന്ന മാറ്റം, in addition to elimination of tariff among themselves, അവർ തമ്മിലുള്ള പരസ്പര താരിഫുകൾ കുറയ്ക്കുക എന്ന് മാത്രമല്ല, they also agree to common external tariff from goods imported from non-members. മറ്റുള്ള ഔട്ട്സൈഡ് മെമ്പേഴ്സിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സുകൾക്ക് ഒരേ റേറ്റ് ആയിരിക്കും പിന്നെ ഇരു രാജ്യങ്ങളും ഫിക്സ് ചെയ്യുക. ഇരു രാജ്യങ്ങളെന്നല്ല, എത്ര രാജ്യങ്ങളാണോ FTA വരുന്നത് അവർ ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് പെർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു കൺട്രി മാത്രം എന്തുണ്ടാവില്ല, അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. കാരണം എല്ലായിടങ്ങളിലേക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരുപോലെ തന്നെയായിരിക്കും താരിഫ് എന്നുള്ളത് പുറത്തുള്ളവർക്ക് അറിയാം. സോ നമ്മൾ പരസ്പരം അഗ്രിമെന്റ് എത്താണ്. ഇപ്പോൾ ശ്രീലങ്ക നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ അഗ്രിമെന്റുകൾ പൂർണ്ണമായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഗോതമ്പിന് ഫ്രീ ആണ്, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഗോതമ്പിന് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല, അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമുദ്രോൽപ്പന്നങ്ങൾക്കും ഇല്ല എന്ന് വെക്കുക. പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഇമ്പോർട്ട് വരുന്ന വസ്തുക്കൾക്ക് ഒരേ റേറ്റ് ഫിക്സ് ചെയ്തു എന്ന് വെക്കാം. ഇവിടെ അവിടുന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവരുന്ന സമുദ്രോൽപ്പന്നങ്ങൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ താരിഫ് ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒരു രാജ്യം ഇപ്പോൾ ഒരു അപ്പുറത്തുള്ളൊരു മാലിദ്വീപിൽ നിന്നും വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം, ശ്രീലങ്കയിലും കൊണ്ടുപോകാം. കാരണം എവിടെ കൊണ്ടുപോയാലും ഒരേ റേറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് വരുന്നത് വെക്കുക. അങ്ങനെ വരികയാണെങ്കിൽ അത്തരം രാജ്യങ്ങൾക്ക് പിന്നീട് ഇന്ത്യ എന്നുള്ളതോ ശ്രീലങ്ക എന്നുള്ളതോ ഒരുപോലെയാണ് അവരിപ്പോൾ കണക്കാക്കിയുള്ളൂ. ബിക്കോസ് രണ്ടും ഒരേപോലെ തന്നെയാണുള്ള താരിഫാണുള്ളത്. അങ്ങനെ ലഭിക്കുന്ന താരിഫ് റവന്യൂ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ഒരു അഗ്രീഡ് റേറ്റിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ഒരു അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അത്തരം അഗ്രിമെന്റുകളിലൂടെ രണ്ട് രാജ്യങ്ങൾക്കും ലഭിക്കുന്ന താരിഫുകളെ എല്ലാവരും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമുല ഉണ്ടായിരിക്കും. അത് ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമുല നേരത്തെ പറഞ്ഞ പോലെ നെഗോസിയേഷൻസിലൂടെ എത്തുന്നതായിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ ട്രേഡ് ഒക്കെ നടക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് ഒക്കെ ഏത് രാജ്യമാണോ അവർക്ക് കൂടുതലായിരിക്കും ഉണ്ടാവുക, മറ്റുള്ളവർ കുറവൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതും ഒരു അഗ്രിമെന്റുകളിലൂടെ ആയിരിക്കും തീരുമാനിക്കപ്പെടുന്നത്.
അതുപോലെ ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് കസ്റ്റം യൂണിയൻ ആയിട്ട് വരുന്നത് ബെനലെക്സ് കസ്റ്റം യൂണിയൻ ആയിരുന്നു. ബെൽജിയം, നെതർലാൻഡ്, ലക്സംബർഗ് ഇവർ മൂന്നും കൂടി ചേർന്നിട്ടുണ്ടായിരുന്ന കസ്റ്റം യൂണിയൻ ആയിരുന്നു. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് GCC കൺട്രീസ്, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഒക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ കോൺസെപ്റ്റ്. അത് ഒന്നുകൂടെ മനസ്സിലാക്കുക. രാജ്യങ്ങൾ ഈ കോമൺ കസ്റ്റംസ് യൂണിയൻ ആവുന്ന അവയ്ക്കിടയിലുള്ള താരിഫുകൾ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നീട് അവർ മറ്റുള്ള എക്സ്റ്റേണൽ കൺട്രികളുമായിട്ടുള്ള താരിഫ് റേറ്റുകളൊക്കെ ഒരുപോലെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അത് ഒരു കോമൺ താരിഫ് സ്കീം ആയിരിക്കും ഉണ്ടാവാം. താരിഫുകൾ ലഭിക്കുന്ന റവന്യൂ കസ്റ്റം യൂണിയന്റെ അകത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഷെയറിങ്ങിലൂടെ ആ റവന്യൂ പരസ്പരം ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇതാണ് കസ്റ്റം യൂണിയന്റെ മെക്കാനിസം. ഇനി കോമൺ മാർക്കറ്റ് ആണ് നെക്സ്റ്റ്. കസ്റ്റം യൂണിയനേക്കാട്ടിലും മുകളിൽ വരുന്ന, അതിനേക്കാളും ഹയർ ലെവൽ വരുന്നതാണ് കോമൺ മാർക്കറ്റ്. കോമൺ മാർക്കറ്റ് ആവുന്ന സമയത്ത് ഇൻ അഡീഷൻ ടു കസ്റ്റം യൂണിയനിലേക്ക് തന്നെ എല്ലാ മൂവ്മെന്റ് ഓഫ് ഗുഡ്സും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഫ്രീ ആയിട്ട് നമുക്ക് മൂവ്മെന്റ് സാധ്യമാവുന്നുണ്ടെങ്കിൽ അതിനെ കോമൺ മാർക്കറ്റ് എന്നാണ് വിളിക്കുക. കസ്റ്റം യൂണിയന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് പുറമെ ഫാക്ടേഴ്സ് ഓഫ് മൂവ്മെന്റും കൂടെ അലൗഡ് ആയിരിക്കും, ഫ്രീ മൂവ്മെന്റ് കൂടെ ഉണ്ടായിരിക്കും. അതായത് റെസ്ട്രിക്ഷൻസ് ഓൺ എമിഗ്രേഷൻ, ക്രോസ് ബോർഡേഴ്സ് ഒക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. എമിഗ്രേഷനും ഒക്കെ അറിയാലോ. ഇമിഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെമ്പററി ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തിലേക്കുള്ള മൂവ്മെന്റ് ചെയ്യുന്ന മൂവ്മെന്റ്. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ നമ്മൾ എമിഗ്രേഷൻസ് ഉണ്ടാവുക. അതിനെ എമിഗ്രേഷൻ എന്നാണ് വിളിക്കുക, താത്കാലികമായിട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ ഇമിഗ്രേഷൻസ് ഉണ്ട്. ഇമിഗ്രേഷൻ എന്ന് വെച്ചാൽ പെർമനന്റ്ലി വി ക്യാൻ മൂവ് ഫ്രം വൺ കൺട്രി ടു അനദർ. ഇങ്ങനെയുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ. ലേബേഴ്സിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, ക്യാപിറ്റൽ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാം, അതുപോലെ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാം. ഇതിനൊന്നും ഉള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ക്രോസ് ബോർഡർ പൂർണ്ണമായിട്ട് ബോർഡർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ അകത്തുള്ള സംസ്ഥാനങ്ങൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏത് വസ്തുക്കളും കൊണ്ടുപോകത്തക്ക രീതിയിൽ മാറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമൺ മാർക്കറ്റ് എന്ന് വിളിക്കുക. ഉദാഹരണം യൂറോപ്യൻ യൂണിയൻ എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോവാനും ഉള്ള തടസ്സങ്ങളില്ല. ലേബേഴ്സ് അവിടെയും ഇവിടെയൊക്കെ ആവാം. അതുപോലെ എല്ലാ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. ഇങ്ങനെ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തന്നെ വളരെയധികം കുറയ്ക്കുകയും പകരം എന്നിട്ട് മൂവ്മെന്റ് ഒക്കെ ഫ്ലോ ഓഫ് ഗുഡ്സ് ഒക്കെ ഈസി ആക്കുകയും ചെയ്യുവാണെങ്കിൽ അതിനെയാണ് കോമൺ മാർക്കറ്റ് എന്ന് വിളിക്കുക. അവർക്ക് ഈ കോമൺ മാർക്കറ്റ് ആവുന്ന സമയത്ത് എന്തുകൂടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കിടയിലുള്ള താരിഫുകളൊക്കെ മിക്കവാറും എല്ലാ ഗുഡ്സിൻ്റെതും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പുറമെ അവരുടെ റവന്യൂസ് പരസ്പരം ഷെയർ ചെയ്യപ്പെടും. കൂടാതെ അവയ്ക്കിടയിലുള്ള മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഫ്രീ മൂവ്മെന്റ് ആയിരിക്കും. ഫ്രീ ആയിട്ട് അത് മൂവ്മെന്റ് സാധ്യമാവുകയും ചെയ്യും. യൂറോപ്യൻ യൂണിയൻ അതിന്റെ ഏറ്റവും പഴയ ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് വരുന്ന യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോപ്യൻ യൂണിയന്റെ കുറച്ച് എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ ഈ ഒരു ഫോമിലേക്ക് എത്തിയത് എന്നുള്ളത് പറയാനുണ്ട്. നമുക്കത് യൂറോപ്യൻ യൂണിയനെ കുറിച്ച് പറയുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ യൂറോപ്യൻ യൂണിയന്റെ ആവിർഭാവത്തെ കുറിച്ച് അതിൽ പറയാം. ഇനി അടുത്തൊരു ലെവലിൽ വരുന്നവയാണ് എക്കണോമിക് യൂണിയൻ. എക്കണോമിക് യൂണിയൻ ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ആ ക്യാരക്ടറിസ്റ്റിക്സിന് പുറമെ കോമൺ ആയിട്ട് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ എക്കണോമിക് ആൻഡ് മോണിറ്ററി പോളിസികളും ഒരുപോലെ വരുന്നും കൂടെ ഉണ്ടെങ്കിൽ, എല്ലാം ഏകീകരിക്കുകയാണെങ്കിൽ, അതായത് അവരുടെ മോണിറ്ററിയും അതുപോലെ ടാക്സേഷന്, ഫിസ്ക്കൽ പോളിസി, ബാങ്കിങ് റൂളുകൾ ഇതൊക്കെ ഏകീകരിക്കപ്പെട്ട് ഒരുപോലെയാണ് വരുന്നതെങ്കിൽ പിന്നീട് അതിനെ നമ്മൾ എക്കണോമിക് യൂണിയൻ എന്ന് വിളിക്കും. എക്കണോമിക് യൂണിയൻ ആയിട്ട് മാറും. പിന്നീട് ഏത് രാജ്യത്ത് പോയിട്ട് നമ്മൾ എന്ത് ട്രേഡ് ചെയ്യുന്നതും എല്ലാത്തിന്റെയും ഇമ്പാക്ട്, എല്ലാത്തിന്റെയും ടാക്സേഷൻ എല്ലാം ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോഴാണ് എക്കണോമിക് യൂണിയൻ എന്ന് വിളിക്കുക. ഇതിനും എക്സാമ്പിൾ യൂറോപ്യൻ യൂണിയൻ തന്നെയാണ്. ദെൻ അതിന്റെയും കൂടെ ഒരു ഹയർ സ്റ്റേജിൽ വരുന്നതാണ് എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ. എക്കണോമിക് ആൻഡ് മോണിറ്ററി ചിലയിടങ്ങളിൽ എക്കണോമിക് യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ എന്നും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് കൂടെ ഉണ്ട്. എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ ആവുന്ന സമയത്ത് ഈവൻ ദി കറൻസി ബിക്കംസ് സെയിം ആവും. അവരെല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു കോമൺ കറൻസി ആയിട്ട് മാറും. ഒരു ഇന്റർ ഗവൺമെന്റൽ അഗ്രിമെന്റുകളിലൂടെ എല്ലാ രാജ്യങ്ങളുടെയും കോമൺ കറൻസി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ തന്നെയാണ് ഇതിനും എക്സാമ്പിൾ. യൂറോപ്യൻ യൂണിയൻ ആവുന്ന സമയത്ത് അറിയാലോ, നമ്മൾ യൂറോ ആണ് അവരുടെ കോമൺ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ അകത്തുള്ള ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ ഇപ്പൊ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ബ്രിട്ടനിൽ പൗണ്ടാണ്. ബാക്കി വരുന്ന രാജ്യങ്ങളിലൊക്കെ യൂറോ ആണ് ഉപയോഗിക്കുന്നത്. യൂറോ കറൻസിക്ക് ഒരു കോമൺ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഒരു എക്കണോമിക് യൂണിയന്റെ അകത്തേക്ക് മോണിറ്ററി യൂണിയനും കൂടെ വരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് കറൻസി റിലേറ്റഡ് ട്രേഡ് പാക്ട്, അതാണ് മോണിറ്ററി യൂണിയൻ എന്ന് വിളിക്കുന്നത്. മോണിറ്ററി യൂണിയനും കൂടെ ഏകീകരിക്കപ്പെടുകയും പിന്നീട് കോമൺ ഒരു ഏകകമായിട്ട് ആ കറൻസി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ എന്ന് വിളിക്കും. എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വിത്ത് യൂറോ സോൺ. യൂറോ സോണിന്റെ അകത്താണ് യൂറോ വരുന്നത്. അത് ഈ ഒരു എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളുമാണ്. ഓക്കെ, ഇങ്ങനെയുള്ളതാണ്, ഇത്രയുമാണ് വ്യത്യസ്ത ടൈപ്പ് ഓഫ് യൂണിയൻസ് വരുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള യൂണിയനുകൾ ലോകത്ത് പലയിടങ്ങളിലും പല രാജ്യങ്ങൾക്കിടയിലും രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഏതെല്ലാമാണ് ഇത്തരത്തിലുള്ള യൂണിയനുകൾ ലോകത്ത് ബ്ലോക്കുകൾ ലോകത്ത് നിലവിലുള്ളത് എന്നും കൂടെ നോക്കാം. മേജർ ട്രേഡ് ബ്ലോക്സ് എക്സിസ്റ്റിംഗ് ഇൻ ദി വേൾഡ്, ഏതെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് ബ്ലോക്കുകൾ എന്ന് നോക്കാം. ഒന്ന് ആസിയാൻ ആണ്. ആസിയാന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ഇതിന്റെ എല്ലാം നമ്മൾ പറയുന്നതിന്റെ എല്ലാം എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. മെമ്പർ കൺട്രീസ് അറിഞ്ഞിരിക്കണം. ഹെഡ് ക്വാർട്ടേഴ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, അവ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഒരു ജനറൽ ഇൻഫർമേഷനും കൂടെയാണ്. കൂടാതെ ചിലതിന്റെ മെമ്പേഴ്സിന് പുറമെ ഒബ്സർവർ കൺട്രികൾ ഉണ്ടായിരിക്കും. ഒബ്സർവർ കൺട്രികളും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ട്രേഡ് ബ്ലോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് നോക്കാം. ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് ആണ് ആസിയാൻ. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് 8, 1967 ബാങ്കോക്കിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളത്. അതിന്റെ സെക്രട്ടേറിയറ്റ് ജക്കാർത്തയിലാണ് വരുന്നത്. ദെൻ ഇപ്പോഴത്തെ കറന്റ് മെമ്പേഴ്സ് 10 പേരാണ് അതിൽ വരുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, കംബോഡിയ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, ബ്രൂണൈ, വിയറ്റ്നാം, ലാവോസ് ആൻഡ് മ്യാൻമർ. ഈ 10 രാജ്യങ്ങളാണ് ഇതിൽ വരുന്നത്. കൂടാതെ ഇതിന്റെ ഒബ്സർവർ കൺട്രികളായിട്ട് 2 രാജ്യങ്ങൾ വരുന്നുണ്ട്, പപ്പുവ ന്യൂഗിനിയ ആൻഡ് ടൈമർ ലെസ്റ്റേ. ഈ 2 രാജ്യങ്ങളും അതിന്റെ ഒബ്സർവർ കൺട്രികളുമായിട്ടാണ് വരുന്നത്. ഇനി ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ആസിയാനുമായിട്ട് വ്യത്യസ്ത ട്രേഡ് പാക്റ്റുകൾ ഉണ്ട്. ട്രേഡ് റിലേഷൻ നന്നായിട്ട് ഇന്ത്യയുമായിട്ട് കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ ആസിയാൻ രാജ്യങ്ങൾ. ആസിയാനുമായിട്ട് ഇന്ത്യക്കുള്ള ട്രേഡ് പാക്റ്റുകൾ വഴിയാണ് അവിടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രോഡക്റ്റുകൾ, ഇപ്പൊ ഈ പാം ഓയിൽ പോലെയുള്ള ഇതിന്റെ ഇറക്കുമതിക്ക് ആസിയാൻ കരാർ എന്ന് പറഞ്ഞ ആസിയാൻ കോൺട്രാക്ട് ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ വിവാദമായിട്ടൊരു വിഷയമായിരുന്നു. ആസിയാൻ കരാർ കടലിൽ എറിയുക എന്നൊക്കെ പറഞ്ഞ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കേരളം പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വളരെയധികം ഗുരുതരമായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോക്കനട്ട് ഓയിലിന്റെ പ്രൈസ് കുറയാനുള്ള കാരണം ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള കരാറിലെത്തിയതായിരുന്നു. ആസിയാൻ കൺട്രികളിൽ നിന്നുള്ള പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മുടെ നാട്ടിലേക്കുള്ള കേര കർഷകർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കോക്കനട്ട് ഓയിലിന്റെ പ്രൈസ് ഒക്കെ വളരെയധികം കുറയാനുള്ള കാരണമായി തീർന്നിട്ടുണ്ടായിരുന്നത്. ആസിയാൻ എന്നുള്ള കൺട്രികളുമായിട്ടുള്ള ഇന്ത്യയുടെ തന്നെ വളരെയധികം ട്രേഡ് റിലേഷൻസ് കീപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡ് ബ്ലോക്കാണ് ആസിയാൻ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ട്രേഡ് ബ്ലോക്കാണ് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് December 8, 1985 അന്നത്തെ 1985 കുറെ മുന്നേ തന്നെ ഇതിനൊക്കെയുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. 1979 ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നത്തെ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സിയാഉർ റഹ്മാൻ ആണ്. ഇവര് വളരെയധികം ട്രേഡ് കുറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ വരുന്ന ഒരു ഏരിയ. അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഒരു റീജിയണൽ ബ്ലോക്ക് രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇന്നത്തെ അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്ന 8 രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ഒബ്സർവർ കൺട്രികളായിട്ട് വരുന്നവരാണ് ഓസ്ട്രേലിയ, ചൈന, യൂറോപ്യൻ യൂണിയൻ. അതിന്റെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പ്ലസ് UK കൂടെ വരും, കാരണം UK യൂറോപ്യൻ യൂണിയനിൽ എക്സിറ്റ് ചെയ്തു. ദെൻ ഇറാൻ, ജപ്പാൻ, മൗറീഷ്യസ്, മ്യാൻമർ, സൗത്ത് കൊറിയ ആൻഡ് US. ഇത്രയും രാജ്യങ്ങളാണ് അതിന്റെ ഒബ്സർവർ കൺട്രികളായിട്ട് വരുന്നത്. അതുപോലെ സെക്രട്ടേറിയറ്റ് വരുന്നത് സാർക്കിന്റെ സെക്രട്ടേറിയറ്റ് കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിന്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിലാണ് വരുന്നത്. അതിന്റെ റെക്കമെൻഡേഷൻസ് ഇത് ഫോം ചെയ്യപ്പെടുന്ന ആദ്യത്തെ റെക്കമെൻഡേഷൻസ് വരുന്നത് ഡാക്ക കോൺഫറൻസ് 1985 ഈ ഒരു റെക്കമെൻഡേഷൻസ് വരുന്നതും അത് ഫോം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ബ്രെയിൻ ചൈൽഡ് ഓഫ് സിയാഉർ റഹ്മാൻ ആണ് എന്നും കൂടെ ഓർത്തു വെക്കുക. ഈ സാർക്കിന്റെ ഒരു പ്രത്യേകത, സാർക്ക് എന്നുള്ള ഒരു റീജിയണൽ ഗ്രൂപ്പിംഗ് സാധ്യമായെങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ വരുന്ന ഒരു ഏരിയ ആണത്.
അതിൽ തന്നെ എന്നിട്ട് പോലും ഇവിടെ കാര്യമായുള്ള ട്രേഡുകളൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ എപ്പോഴും റൈവൽ കൺട്രികളായിട്ടാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡുകൾ എപ്പോഴും സാധ്യമാവാത്തൊരു അവസരമാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാർക്കിനെ തന്നെ പിന്നീട് പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് പിന്നീട് ഈ സാർക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ തന്നെ മറ്റു വ്യത്യസ്ത ഫോമുകളായിട്ടുള്ള സാപ്റ്റയിലേക്കും സാഫ്റ്റയിലേക്കും ഒക്കെ വരുന്നത്. സാപ്റ്റ, SAPTA, സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ അഗ്രിമെന്റ് 1985 ഫോം ചെയ്ത സാർക്കിനെ പിന്നീട് ഒരു PTA ആയിട്ട് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അവയ്ക്കിടയിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടികളെ എന്താ പറയാ റെഡ്യൂസ് ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈൻ ചെയ്യപ്പെടുന്നത് April 11, 1993 അതുപോലെ came into force in 1995. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് അതിന്റെ ഔദ്യോഗികമായിട്ട് 1995 അതിന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുവഴി ഈ രാജ്യങ്ങൾക്കിടയിലുള്ള അഗ്രീഡ് പ്രോഡക്റ്റുകളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയെ റെഡ്യൂസ് ചെയ്തു. പിന്നീട് ഇതിനെ ഫെർദർ ഒന്നുകൂടെ പിന്നീട് റീപ്ലേസ് ചെയ്യപ്പെട്ടു സാഫ്റ്റ ആക്കിയിട്ട് മാറ്റി. SAFTA, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ ആക്കിയിട്ട് മാറ്റി. ആ PTA അഗ്രിമെന്റ് ഉണ്ടായിരുന്നില്ല, ആ പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റിനെ ഫ്രീ ട്രേഡ് ഏരിയ ആക്കി മാറ്റി. നമ്മൾ ഫ്രീ ട്രേഡ് ഏരിയ കണ്ടല്ലോ. അഗ്രീഡ് പ്രോഡക്റ്റുകളുടെ ഡ്യൂട്ടിയെ എലിമിനേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് FTA ആവുന്ന സമയത്ത്. പക്ഷെ ഇതെല്ലാ പ്രോഡക്റ്റുകളുടെയും ഒന്നുമല്ല, പകരം അഗ്രീഡ് പ്രോഡക്റ്റുകളുടെയാണ്. എങ്കിലും ഇതിനു ശേഷവും ട്രേഡുകൾ കാര്യമായിട്ടൊന്നും വർദ്ധിക്കുന്നില്ല. ലോകത്തിന്റെ തന്നെ വലിയ രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ട്രേഡുകൾ എന്നുള്ളത് വളരെ കുറവാണ് നടക്കുന്നത്. ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ട്രേഡുകൾ ലോകത്തിന്റെ ഏറ്റവും സിംഗപ്പൂരും ദുബായും തമ്മിൽ നടക്കുന്ന ട്രേഡിന്റെ 2% പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്നില്ല എന്നാണ് സാധാരണ പറയാറുള്ളത്. അവർ തമ്മിൽ $200 ബില്യൺ ട്രേഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടെന്നാണ്. പക്ഷെ ഇവിടെ വളരെ കുറഞ്ഞ ട്രേഡുകൾ മാത്രമാണ് നടക്കുന്നത്. ഇതിനൊക്കെയുള്ള കാരണം ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടെ ഇങ്ങനെ ഒരു ട്രേഡ് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാൻ ഈ രാജ്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതും കൂടെയാണ് അതിന്റെ ഒരു ബേസിക് റീസൺ ആയിട്ട് വരുന്നത്. ഏതായാലും നെക്സ്റ്റ് മറ്റൊന്ന് BIMSTEC. അത് മറ്റൊരു എക്കണോമിക് കോർപ്പറേഷൻ ആണ്. BIMSTയിൽ വരുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ ആൻഡ് ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. ഇത്രയും രാജ്യങ്ങളാണ്. അവരുടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഈ BIMST എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. EC മീൻസ് എക്കണോമിക് കോർപ്പറേഷൻ ആണ്. അപ്പോൾ രാജ്യങ്ങൾക്കിടയിൽ ഒരു എക്കണോമിക് കോർപ്പറേഷൻ അഗ്രിമെന്റ് നിലവിലുണ്ട്. അതുപോലെ ഇന്ത്യ തായ്ലൻഡ് തമ്മിലൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ട്. ഫ്രീ ട്രേഡ് ഏരിയ അഗ്രിമെന്റ് അല്ല, ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട്. ചില പ്രോഡക്റ്റുകൾ നമ്മൾ തായ്ലൻഡിൽ വഴി ഇറക്കുമതി ചെയ്യുന്ന, തായ്ലൻഡിന്റെ നമ്മൾ നേരത്തെ കണ്ട ASEANലെ മെമ്പറുമായിട്ടുള്ള രാജ്യമാണ് ഈ ഒരു തായ്ലൻഡുമായിട്ട് സെപ്പറേറ്റ് നമുക്ക് വേറെ ഒരു ട്രേഡ് പാക്ട് ഉണ്ട്. ദെൻ CECA, ഇന്ത്യ സിംഗപ്പൂർ കോംപ്രിഹെൻസീവ് എക്കണോമിക് കോർപ്പറേഷൻ അഗ്രിമെന്റ്. അതിന്റെ എക്സ്പാൻഷൻ നമുക്ക് ഓർത്ത് വെക്കാം. CECA കോംപ്രിഹെൻസീവ് എക്കണോമിക് കോർപ്പറേഷൻ അഗ്രിമെന്റ് ആണ്. അത് നിലവിലുള്ളത് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലാണ്. ദെൻ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ബ്ലോക്കാണ് ഇനി പറയാനുള്ളത് യൂറോപ്യൻ യൂണിയൻ, EU. യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളത് കൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഒരു ആവിർഭാവം കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും പഴയ ഫോം, ഓൾഡസ്റ്റ് ഫോം ആയിട്ട് അറിയപ്പെടുന്നത് ECSC ആണ്. ECSC എന്ന് വെച്ചാൽ യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1951 അന്ന് ചില രാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ട്, 3-4 രാഷ്ട്രങ്ങൾ കൂടിച്ചേർന്നിട്ട് ട്രീറ്റി ഓഫ് പാരീസിൽ വഴി, ട്രീറ്റി ഓഫ് പാരീസ് ആണ് ECSCയിലൂടെ ഫോം ചെയ്യുന്ന ട്രേഡ് ട്രീറ്റി. ആ ട്രീറ്റി ആണ്, ട്രീറ്റിയുടെ പേരുകളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ECSC ഫോം ചെയ്യുന്നത് ട്രീറ്റി ഓഫ് പാരീസിലൂടെയാണ്. പിന്നീട് അതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം EEC ആക്കിയിട്ട് മാറ്റുകയാണ്, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 1957 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ട്രീറ്റി ഓഫ് റോം ആണ്. ആ ട്രീറ്റി ഓഫ് റോം EEC ആയിട്ട് മാറി. ശേഷം 1992 പിന്നീട് പുതിയൊരു ട്രീറ്റി വരികയാണ്, മാസ്ട്രിച്ച് ട്രീറ്റി. മാസ്ട്രിച്ച് ട്രീറ്റി വഴിയാണ് യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്നത്. ഓക്കെ, സോ ട്രീറ്റി ഓഫ് പാരീസ് എന്നാൽ ECSC ആയിരുന്നു. അതിനുശേഷം ട്രീറ്റി ഓഫ് റോം വഴി EEC ആയിട്ട് മാറുന്നു. ശേഷം മാസ്ട്രിച്ച് ട്രീറ്റി വഴി EU ആയിട്ട് മാറുന്നു.
യൂറോപ്യൻ യൂണിയൻ ആയിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള 3 ഘട്ടങ്ങളിലായിട്ടാണ് 1992 അത് യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നത്. യൂറോപ്യൻ യൂണിയനായിട്ട് മാറുമ്പോഴാണ് അത് കൃത്യമായിട്ടും അതൊരു എക്കണോമിക്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എക്കണോമിക് യൂണിയൻ ആയിട്ട് മാറി വരുന്നത്. ഇതിന്റെ ഇപ്പോൾ കറണ്ട് റിലവൻസും കൂടെ ഉണ്ട്. ഇത് യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ടുണ്ടായിരുന്നത് UK ആണ്. കോമൺവെൽത്ത് എന്നൊക്കെ പറയുന്ന പോലെ UK ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ടുണ്ടായിരുന്നത്. ഈ UK ഇപ്പോ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. ഒഴിവാന്ന് വെച്ചാൽ അവരുടെ രാജ്യത്ത് നടന്ന ഒരു റെഫറൻഡം ഉണ്ടായിരുന്നു. ബ്രെക്സിറ്റ് സമ്മിറ്റ് എന്നാണ് വിളിക്കുക, ബ്രിട്ടൻ എക്സിറ്റ് സമ്മിറ്റ്. ബ്രിട്ടൻ എക്സിറ്റ് സമ്മിറ്റിന്റെ ഒരു റെഫറൻഡം പാർലമെന്റിൽ വരികയും അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ റെഫറൻഡം വന്ന ശേഷം അതിൽ വോട്ടെടുപ്പ് ഉണ്ടാവുകയും അങ്ങനെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇവർ ഒഴിവാവണമെന്ന്, ബ്രിട്ടൻ എക്സിറ്റ് ചെയ്യണമെന്നുള്ളത് ജനങ്ങൾ റെഫറൻഡത്തിലൂടെ പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പാർലമെന്റ് സ്വാഭാവികമായിട്ടും ആ റെഫറൻഡത്തിനെ അനുകൂലിക്കുന്ന പാർലമെന്റ് ആയിരുന്നു. അങ്ങനെ ആ പാർലമെന്റ് എന്ത് ചെയ്യുന്നു, ഡേവിഡ് കാമറൂണിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്റ്, ഡേവിഡ് കാമറൂൺ രാജിവെക്കുന്നു. പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഡേവിഡ് കാമറൂൺ രാജിവെക്കുകയും ചെയ്തു. ഒഫീഷ്യലി അവരെന്ത് ചെയ്യുന്നു, ഇതിന്ന് എക്സിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റുകൾ പലതവണ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവരുടെ പ്രോസസ്സ് ഫൈനലൈസ് ചെയ്തിട്ട് അവസാനം തെരേസ മെയ്, എന്താ പറയുക, നമ്മുടെ ഡേവിഡ് കാമറൂണിന് ശേഷം തെരേസ മെയ് അധികാരത്തിൽ വരുന്നു. അവരുടെ നേതൃത്വത്തിൽ വരുന്ന ഗവൺമെന്റ് ഇതിൽ സാധിക്കാതെ അവരും റിസൈൻ ചെയ്യുന്നു. ശേഷം വരുന്ന ബോറിസ് ജോൺസന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ബ്രെക്സിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് ഉള്ളത്. 31 ജനുവരി 2020 ഒഫീഷ്യലി ഈ ബ്രിട്ടൻ ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്യണം. 2016 ഒരു തീരുമാനം വരുന്നതെങ്കിൽ പോലും അതിന്റെ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ എക്സിറ്റ് ചെയ്യുന്നത് 31 ജനുവരി 2020 മുതലേക്കാണ്. അങ്ങനെ ഇപ്പോഴത്തെ അതിന്റെ കറന്റ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് UK ഒഴികെയുള്ള ബാക്കി വരുന്ന ഓസ്ട്രേലിയ, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി, അയർലൻഡ്, ഇറ്റലി, ലാറ്റ്വിയ, ലിത്വാനിയ, ലക്സംബർഗ്, മാൾട്ട, നെതർലാൻഡ്, പോളണ്ട്, പോർച്ചുഗൽ, റൊമാനിയ, സ്ലോവേക്യ, സ്ലോവേനിയ, സ്പെയിൻ ആൻഡ് സ്വീഡൻ. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ന് നിലവിലുള്ള യൂറോപ്യൻ യൂണിയനിൽ ഇനി അവശേഷിക്കുന്ന രാജ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇത്രയും രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ യൂറോപ്യൻ യൂണിയനകത്ത് വരുന്ന രാജ്യങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. UKയുടെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷനും കൂടെ നിങ്ങളുടെ ഒരു കറണ്ട് ഇൻഫർമേഷൻ ആയിട്ട് മനസ്സിൽ വെക്കുകയും ചെയ്യാം. ദെൻ മറ്റു ചില ട്രേഡ് ബ്ലോക്കുകളിലേക്കാണ് പോകുന്നത്. പിന്നെ അതിൽ വരുന്ന ഒന്നാണ് നാഫ്റ്റ, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. നാഫ്റ്റ came into existence on 1st January 1994. അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് കാനഡ, മെക്സിക്കോ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. നോർത്ത് അമേരിക്കയിൽ വരുന്ന 2-3 പ്രധാനപ്പെട്ട രാജ്യങ്ങളായുള്ള കാനഡ, മെക്സിക്കോ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. സാർക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ട്രേഡുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മറ്റൊരു ഏരിയയും കൂടെയാണ് നാഫ്റ്റ. നാഫ്റ്റ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നാഫ്റ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, നാഫ്റ്റ അഗ്രിമെന്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ട്രംപിന്റെ ഭരണകൂടം, ട്രംപ് വരുന്നത് തന്നെ മെക്സിക്കോക്കെതിരെയുള്ള ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് തന്നെ. മെക്സിക്കോയുടെ ഇടയിൽ മതിൽ നിർമ്മിക്കണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു there is no NAFTA or a new NAFTA എന്നാണ്. അത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നാഫ്റ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇനി വേണമെങ്കിൽ ഒരു പുതിയ നാഫ്റ്റയെ കൊണ്ടുവരണം എന്നൊക്കെ വാദിക്കുന്ന ആളായിരുന്നു ഈ ട്രംപ്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഈ ഒരു ഏരിയയിൽ. അതിന്റെ അഗ്രിമെന്റുകളൊക്കെ കുറച്ചും കൂടെ കൂടുതൽ പുതുതായിട്ട് പുതിയ നാഫ്റ്റയൊക്കെ കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്നാണ് മെർക്കോസർ. മെർക്കോസർ എന്ന് വെച്ചാൽ മെർക്കാരോ കോമൻ ഡെൽ സർ എന്നുള്ള സ്പാനിഷ് നെയിമിൽ നിന്നാണ് മെർക്കോസർ എന്നുണ്ടായിട്ടുള്ളത്. സദേൺ കോൺ ഫ്രീ ട്രേഡ് ഏരിയ എന്നാണ് വിളിക്കുക. അതിൽ വരുന്ന രാജ്യങ്ങൾ ബ്രസീൽ, അർജന്റീന, പെരഗ്വേ ആൻഡ് ഉറുഗ്വേ. ഇത്രയും രാജ്യങ്ങളാണ് അതിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രികളായിട്ടുള്ള ബ്രസീൽ, അർജന്റീന, പെരഗ്വേ ആൻഡ് ഉറുഗ്വേ ആണ് മെർക്കോസറിൽ മെമ്പർ ആയിട്ട് വരുന്നത്. അവരാണ് ഈ ഒരു ട്രേഡ് പാക്ട് അവർക്കിടയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ വേറെ ഒന്നാണ്
APEC, ഏഷ്യ പസഫിക് എക്കണോമിക് ഇന്റഗ്രേഷൻ. ഇതിന്റെ അകത്ത് ഏഷ്യൻ കൺട്രീസ് ഉണ്ട്, അതുപോലെ പസഫിക് കൺട്രികളും ഉണ്ട്. രണ്ടും കൂടെ വരുന്ന എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. 1989 ഫോം ചെയ്യപ്പെടുന്നത്. ഇതിന്റെ കൺട്രികളെ തിരിച്ചറിയാനാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം ഇതിന്റെ അകത്ത് വരുന്നത് രണ്ട് ഭാഗത്തുള്ള ഏഷ്യയിൽ നിന്നും അതുപോലെ പസഫിക് കൺട്രികൾ രണ്ടും കൂടെ വരുന്നുണ്ട്. ഓസ്ട്രേലിയ, ബ്രൂണൈ, കാനഡ, ചിലി, ചൈന, ഹോങ്കോങ്, ഇന്തോനേഷ്യ, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മലേഷ്യ, മെക്സിക്കോ, ന്യൂസിലാൻഡ്, പപ്പുവ ന്യൂഗിനിയ, പെറു, ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ, തൈവാൻ, തായ്ലൻഡ്, USA ആൻഡ് വിയറ്റ്നാം. ഇത്രയും രാജ്യങ്ങളാണ് ഈ APEC-ലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെയും ഇന്ത്യയും മെർക്കോസറുമായിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ മെർക്കോസറുമായിട്ട് ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് നിലവിലുണ്ട്. അത് നിലവിൽ വന്നത് 1 ജൂൺ 2009 വേറൊന്നും പ്രധാനപ്പെട്ട ഓർക്കേണ്ട മറ്റൊരു ട്രേഡ് ബ്ലോക്കാണ് ബ്രിക്സ്. ബ്രിക്സും ഇന്ത്യ പുതുതായിട്ട് ഫോം ചെയ്തു വന്നിട്ടുള്ള ഒരു ട്രേഡ് ബ്ലോക്കാണ്. ഇന്ത്യ മെമ്പറായിട്ട് വരുന്ന ഒരു ട്രേഡ് ബ്ലോക്ക് കൂടെയാണ്. ഫോം ചെയ്യുന്നത് 2006 ബ്രിക്സ് എന്ന് വെച്ചാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. കൂടുതൽ ഡെവലപ്മെന്റിനുള്ള സാധ്യതകൾ വരുന്ന ഡെവലപ്ഡ് കൺട്രികളിൽ നിന്ന് വിട്ട് മാറിയിട്ട് ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഡെവലപ്പിംഗ് കൺട്രികൾ എന്നുള്ളതും അതിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ്, അവ തമ്മിലുള്ള ഒരു ബ്ലോക്ക് ആയിട്ട് ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ തന്നെ ഡെവലപ്മെന്റ് പർപ്പസുകൾക്കായിട്ട് പുതിയൊരു ബാങ്ക് കൂടെ ആരംഭിച്ചിട്ടുണ്ട് 2014. NDB എന്നാണ് വിളിക്കുക, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അത് ഫോം ചെയ്യുന്നത് 2014 ഷാങ്ഹായ് ആണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതിന്റെ കറന്റ് പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള KV കാമത്തുമാണ്. ഇവരാണ് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. സോ ബ്രിക്സ് എന്ന് ഓർക്കണം. ബ്രിക്സ് ഇന്ത്യയും കൂടെ ഒരു മെമ്പർ ആയിട്ട് വരുന്ന ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ട്രേഡ് ബ്ലോക്കാണ് ബ്രിക്സ്. കാർട്ടൽസ് ആൻഡ് കമ്മോഡിറ്റി പ്രൈസ് അഗ്രിമെന്റുകൾ. ഇത് ഒരു ട്രേഡ് ബ്ലോക്കുകളുടെ തന്നെ പോലെ തന്നെ വരുന്നതായതുകൊണ്ടാണ് ഇതും കൂടെ ഇതിന്റെ കൂടെ പറയാൻ കാരണം. ചില കാർട്ടലുകളുണ്ട്, കമ്മോഡിറ്റി പ്രൈസ് അഗ്രിമെന്റുകൾക്ക് ആവശ്യാർത്ഥം ഫോം ചെയ്യുന്ന കാർട്ടലുകൾ. നമ്മൾ ഒലിഗോപൊളിക് മാർക്കറ്റുകൾ പഠിക്കുന്ന സമയത്ത് എക്കണോമിക്സിന്റെ ഒലിഗോപൊളിക് മാർക്കറ്റിന്റെ അകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൈസ് ഫിക്സേഷൻസ് വരുന്നുണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് ഫിക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദി ബേസ് ഓഫ് കാർട്ടൽസ് ആണ്. മാർക്കറ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ടലുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക. കാർട്ടലുകളുടെ ഒരു മെക്കാനിസം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് വേണ്ട സപ്ലൈ എത്രയെന്ന് നേരത്തെ തീരുമാനിക്കപ്പെടും. കാരണം ആ ഒരു നിശ്ചിത പ്രൈസ് മാർക്കറ്റിൽ നമ്മൾ സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രൈസ് ഉണ്ടല്ലോ, നിലനിൽക്കാൻ ആവശ്യമായുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മൾ നേരത്തെ അറിയാവുന്ന കാര്യമാണ്. മാർക്കറ്റിലേക്ക് വേണ്ട ഡിമാൻഡ് എത്രയെന്ന് അറിയാം, ആ ഡിമാൻഡിന് അനുസൃതമായിട്ടുള്ള സപ്ലൈ എത്രയെന്ന് നിർണ്ണയിക്കപ്പെടുന്നു. അത് രണ്ടും സപ്ലൈയും ഡിമാൻഡും ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന പോയിന്റിലായിരിക്കും പ്രൈസ് ഉണ്ടാവുക. ആ പ്രൈസ് നമുക്കറിയാം, എത്രയും വേണ്ട പ്രൈസ് എത്രയെന്ന് അറിയാം. അതിൽ നിന്ന് നമുക്ക് ഡിമാൻഡും സപ്ലൈയും അറിയാൻ പറ്റും. ആ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ആ സപ്ലൈയിലേക്ക് സ്ഥിരമായിട്ട് മാർക്കറ്റിലേക്ക് ആ സപ്ലൈ മാത്രം കൊടുക്കുക. കൂടുതൽ സപ്ലൈ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രൈസ് താഴേക്ക് പോകാൻ കാരണമായി തീരും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രൈസ് സ്ഥിരമായിട്ട് ഒരു മാർക്കറ്റിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രികൾ ഒരു കാർട്ടലായിട്ട് മാറുകയും എന്നിട്ട് അവരുടെ മാർക്കറ്റിന് വേണ്ട സപ്ലൈ ഓരോരുത്തരുടെയും എത്രയാണോ അവരുടെ കയ്യിലുള്ള ഉൽപാദന ശേഷി, പെട്രോളിയം ഉൽപാദന ശേഷി അതിനനുസൃതമായിട്ട് വീതിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് സ്ഥിരമായിട്ട് മാർക്കറ്റിലേക്ക് ഒരു കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി മാർക്കറ്റിലേക്ക് സപ്ലൈ കൊണ്ടുവരാനാണ് ഒപെക് രൂപം കൊള്ളുന്നത്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് വിളിക്കുക. ഫൗണ്ട് ചെയ്തിട്ടുള്ളത് 1960 ബഗ്ദാദിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്നയാണ്, ഓസ്ട്രേലിയയിലാണ്. അതിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്ന അൾജീരിയ, അംഗോല, കാമറൂൺ, കോങ്കോ, ഇക്വഡോർ, ഇക്വറ്റോറിയൽ ഗിനിയ, ഗാബോൺ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ലിബിയ, നൈജീരിയ, സൗദി അറേബ്യ ആൻഡ് UAE ആൻഡ് വെനിസ്വേല. ഇത്രയും രാജ്യങ്ങളാണ് അതിൽ വരുന്നത്. ഈ ഒപെക് ആണ് മാർക്കറ്റിലേക്ക് വേണ്ട ഈ പെട്രോളിയത്തിന്റെ സപ്ലൈ നിർണ്ണയിക്കുന്നത്. അവരായിരുന്നു അത്രയും കാലം പെട്രോളിന്റെ വില പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്ന ആളുകൾ. അത് താഴേക്കും മുകളിലേക്കും പോവാതെ കൃത്യമായിട്ട് മാർക്കറ്റിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുന്നത് നന്നാവും. ഒപെക് കൺട്രികൾക്ക് അല്ലാതെ മറ്റുള്ള ചില രാജ്യങ്ങൾക്ക് കൂടി പെട്രോളിയം ഉൽപാദനത്തിനുള്ള ശേഷി ലഭിക്കുകയും അവരുകൂടെ മാർക്കറ്റിലേക്ക് സപ്ലൈ ഇറക്കുന്ന ഒരു കാലഘട്ടമാണ്.
അത് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിലയൻസ് ഒക്കെ നിക്ഷേപം നടത്തിയിട്ടുള്ള ഷെയിൽ ഗ്യാസ് എന്നൊക്കെ പറയാം, ഷെയിൽ പെട്രോളിയം ഒക്കെ ഉണ്ട്. കടലിൽ നിന്നും ഉരുത്തിരിച്ചെടുക്കുന്ന പെട്രോളിന്റെ ഒക്കെ കൂടുതൽ മാർഗങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അല്ലാത്ത മറ്റു പല രാജ്യങ്ങൾക്കും ഈ പെട്രോളിയം ഉൽപാദന ശേഷി വന്നത് ഇവർക്ക് ഈ പെട്രോളിന്റെ വില നിയന്ത്രണത്തിനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് പെട്രോളിന്റെ പ്രൈസ് ഇപ്പോൾ പലപ്പോഴും കുത്തനെ ഇടിയുന്നത്. പെട്രോളിന്റെ പ്രൈസ് നല്ല ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്. നമ്മുടെ നാട്ടിൽ പെട്രോളിന്റെ പ്രൈസ് ഇടിയാത്തത് വേറെ കുറെ കാരണങ്ങൾ കൊണ്ടാണ്. നേരെ മറിച്ച് ലോകത്തുള്ള പെട്രോളിന്റെ സപ്ലൈ വർദ്ധിക്കുകയാണ്, ക്രൂഡ് ഓയിലിന്റെ സപ്ലൈ വർദ്ധിക്കുന്നു. അതിന് വർധനവ് കാരണമായിട്ടുള്ളത് ഒപെക് കൺട്രികളല്ലാതെ മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടെ അതിന്റെ ഉൽപാദന ശേഷി ലഭിച്ചതാണ്. ഓക്കെ, അത് അതിന്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതായാലും ഇതൊരു പ്രൈസ് കാർട്ടൽ സിസ്റ്റമാണ്. ഒലിഗോപോളിക് സിസ്റ്റത്തിൽ സപ്ലൈ മാർക്കറ്റിലേക്ക് പരസ്പര അഗ്രിമെന്റുകളിലൂടെ കൃത്യമായിട്ടുള്ള സപ്ലൈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും അതുവഴി മാർക്കറ്റിന്റെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അതിനുവേണ്ടി ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ട്രേഡ് ബ്ലോക്ക് ആയിരുന്നു ഒപെക് എന്നുള്ളത്. ഈ സെഷനിൽ വരുന്ന അവസാനത്തെ ഒരു ഏരിയയാണ് അഡ്വാൻറ്റേജസ് ഓഫ് റീജിയണൽ ഗ്രൂപ്പിംഗ്. ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്നുള്ളത് ട്രേഡ് ക്രിയേഷൻ ആൻഡ് ട്രേഡ് ഡൈവേർഷൻ ആണ്. ട്രേഡ് ക്രിയേഷൻ വെച്ചാൽ പുതുതായിട്ട് ട്രേഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഉദാഹരണമായിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള കസ്റ്റമേഴ്സ് കൂടുതൽ പ്രോഡക്റ്റുകൾ വാങ്ങിക്കും, അതിന് പ്രൈസ് കുറയും, കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുന്നു. അങ്ങനെ ഡിമാൻഡ് ഉണ്ടാവുന്നത് പുതിയ പുതിയ ട്രേഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ കാരണമാവുന്നു. അതുപോലെ ട്രേഡ് ഡൈവേർഷൻ ആണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഡൈവേർഷൻ സംഭവിക്കും. ഡൈവേർഷൻ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഇമ്പോർട്ടേഴ്സും പുതിയ എക്സ്പോർട്ടേഴ്സും ഉണ്ടാകും. പഴയ ഇമ്പോർട്ടേഴ്സിനെ മാറ്റിയിട്ട് പുതിയ എക്സ്പോർട്ടേഴ്സിനെ ചൂസ് ചെയ്യും, അതിലൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അതുപോലെ റെഡ്യൂസ്ഡ് ഇമ്പോർട്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യപ്പെടും. കാരണം ഒന്നുകിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യും, പ്രൈസ് താരിഫ് എലിമിനേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ താരിഫ് എടുത്ത് ഒഴിവാക്കും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇമ്പോർട്ട് പ്രൈസ് കുറയും. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ആൻഡ് എക്കോണമീസ് ഓഫ് സ്കെയിൽസ്, കൂടുതലായിട്ടുള്ള ആളുകൾ മാർക്കറ്റിലേക്ക് വരുന്നു, എല്ലാവരും തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് പ്രൈസ് ലെവൽ കോമ്പറ്റീഷൻസിലേക്ക് വരുന്നു, പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ആ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ട്രേഡ് ഹാപ്പൻ ചെയ്യുന്നു, ഡിമാൻഡ് ഉണ്ടാവുന്ന മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ ഇത് വാങ്ങിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വാങ്ങിക്കുന്നത് വഴി അവരുടെ കൂടുതൽ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുപോകാൻ പറ്റും. ബ്ലോക്കുകളിലേക്കുള്ള നമ്പർ ഓഫ് കൺട്രികളുടെ എണ്ണം കൂടുന്നത് വഴി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ കൂടുതലായിട്ട് വലിയ കൺട്രികൾ രാജ്യങ്ങൾക്കിടയിൽ എങ്ങോട്ടും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ അവസരങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനും എക്കോണമീസ് ഓഫ് സ്കെയിലും ഒക്കെ സാധ്യമാവുന്നു. ദെൻ ഹയർ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഫാക്ടറിന് അനുസൃതമായിട്ട് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ അനുസൃതമായിട്ട് അവർക്ക് കൂടുതൽ പ്രോഡക്ടിവിറ്റി കൈവരിക്കാൻ സാധിക്കുന്നു. അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബെറ്റർ ഇന്റർനാഷണൽ ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻസ് ഉണ്ടാവുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം ഇത്തരത്തിലുള്ള ട്രേഡ് ബ്ലോക്കുകൾ സ്ഥാപിക്കപ്പെടുന്നത് വഴി അവർക്കിടയിലുള്ള ബെറ്റർ റിലേഷനും കൂടെ സാധ്യമാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത അഡ്വാൻറ്റേജസും ഈ ട്രേഡ് ബ്ലോക്കുകൾക്കുണ്ട്. ഈ അഡ്വാൻറ്റേജസ് ഒക്കെ വിശദമായിട്ട് എക്കണോമിക്സ് പേർപ്പസിലൂടെ എക്കണോമിക്സ് തിയറികളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് വിശദമായിട്ട് ഇനി നമുക്ക് പറയേണ്ടവർക്ക് വേണമെങ്കിൽ അതിന്റെ എക്കണോമിക്സ് ആംഗിളിൽ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ട്രേഡ് ബ്ലോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുവഴി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയയാണ് ഇതിന്റെ മെമ്പേഴ്സിനെ കുറിച്ച്. ഓരോ ട്രേഡ് ബ്ലോക്കിൽ വരുന്ന ആരൊക്കെയാണ് അതിൽ വരുന്ന മെമ്പേഴ്സ് എന്നുള്ളതും ഒബ്സർവേഴ്സ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.